വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 10 മുതൽ 17 വരെ. യേശു ശാബത്തിൽ ഒരു സിനഗോഗിൽ ഉപദേശിച്ചുകൊണ്ടായിരുന്നു. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നേരുവാൻ കഴിയാത്ത കൂനിയായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ട് യേശു വിളിച്ച് അവളുടെ മേൽ കൈവച്ച് അവളോട്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൾ വരികയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ യേശു ശാബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് സുന്നഗോഗ് പ്രമാണി കോപിച്ച് ജനങ്ങളോട് വേല ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിലൊന്ന് സുഖം പ്രാപിക്കുവിൻ, ശാബത്തിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, കപടഭക്ത, നിങ്ങൾ ഓരോരുവനും ശാബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി കുടിപ്പിക്കുന്നില്ലയോ? അബ്രഹാമിന്റെ സന്തതിയും 18 സംവത്സരമായ അകൽക്കർസാൽ ബന്ധിതയുമായ ഇവളെ ശാബത ദിവസം ഈ ബന്ധനത്തിൽ നിന്നും അഴിച്ചു വിടുന്നത് ന്യായമല്ലയോ? അവനിങ്ങനെ പറഞ്ഞപ്പോൾ വിരോധികളെല്ലാം ലജ്ജിച്ചു. ജനമെല്ലാം അവൻ മൂലം നടന്നുകൊണ്ടിരുന്നതായ സകല അത്ഭുതങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവുള്ളതായ വിശ്വാസം പുതുക്കുന്നതായ സമയം. നമ്മുടെ ഇന്നത്തെ ബന്ധനങ്ങൾ അഴിയുവാൻ നമ്മൾ ഏറ്റുപറയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം ഇന്നത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നാളെ കൂനിയായ സ്ത്രീയുടെ സൗഖ്യത്തെ ഓർക്കുന്ന വലിയ നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ച വരുന്നു. നാളെ ഇവിടെ വിശുദ്ധ കുർബാന ഇല്ലാത്തതുകൊണ്ട് കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയതായ സംഭവം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് തന്നെ നോമ്പിൻ്റെ 5-ാം വാരത്തിലെ അനുഗ്രഹങ്ങൾ മുൻകൂറായിട്ട് ഏറ്റുവാങ്ങുകയാണ്. കൂനിയായ സ്ത്രീക്ക് 18 വർഷം നീണ്ടു നിന്നായ ഒരു ബന്ധനം ഇവിടുന്ന് വന്നു. ആ ബന്ധനം അഴിയുന്നതുവരെ അവൾ ആരാധന തുടർന്നു. കൃത്യസമയത്ത് അവളെ വിളിച്ചു വരുത്തി കർത്താവ് ബന്ധനം അഴിച്ചു കൊടുക്കുന്ന രംഗമാണ് നമ്മളിന്ന് കണ്ടത്. നമ്മുടെ 4 വാരത്തിലെ നോമ്പ് കഴിഞ്ഞ് 5-ാം വാരത്തിലേക്ക് നാളെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ നോമ്പ് ഉപവാസവും കർത്താവിന് പ്രസാദകരമായിട്ട് ഈ വർഷത്തെ 50 നോമ്പ് കൊണ്ട് 4 വാരത്തെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ട് ബന്ധനം അഴിയുവാൻ ഭാഗമായ ചില കാര്യങ്ങൾ കാണും. ഇന്ന് ദേവാലയത്തിൽ വന്നതുകൊണ്ട് ഇതുപോലെ ഒരു ശാബത ദിവസത്തിൽ കർത്താവ് ബന്ധനം അഴിയുവാൻ ഭാഗമായ ആളിനെ വിളിച്ചു വരുത്തി ബന്ധനം അഴിച്ചു കൊടുത്ത് നിവർന്ന നടുവോടുകൂടെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാക്കിയതുപോലെ ഇന്ന് ബന്ധനം അഴിയുന്നവരുടെ കാലം കഴിയുന്ന സമയം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ആരാധന മധ്യത്തിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ കൃത്യസമയത്ത് അനുഗ്രഹം കൊണ്ടുതരുന്ന കർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പക്ഷേ ബന്ധനം വന്ന വഴികൾ ഓർത്ത് നമ്മൾ അനുഭവിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിന്റെ ബന്ധനം മുറുകിപ്പോകാതിരിക്കണം, നീ പരിഹാസിയായിരിക്കരുത് എന്നൊരു വചനമുണ്ട്. പരിഹാസത്തിൽ കൂടെ വരുന്ന ബന്ധനങ്ങളുണ്ട്. സാറായുടെ ജീവിതത്തിൽ ഒരു ബന്ധനം കയറി വന്ന വഴി നമ്മളിന്ന് കേട്ടു. വൃദ്ധയായി ഗർഭോത്പാദനത്തിനുള്ളതായ കഴിവ് നഷ്ടപ്പെട്ട വൃദ്ധയായിരിക്കുന്നയാൾ അടുത്ത കൊല്ലം ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത് പരിഹാസിച്ചൊരു ഉയർത്താനിടയാക്കി. തൻ്റെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് ചിന്തിച്ചിട്ട് നടക്കുന്ന കാര്യമല്ല. ആ വഴിയാത്രക്കാർ വന്ന് പറഞ്ഞ കാര്യം നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് അവൾ ചിരിച്ചു എന്നാണ് പറയുന്നത്. അതൊരു പരിഹാസത്തിൻ്റെ ചിരിയായിരുന്നു. അതൊരു ബന്ധനമായി മാറുകയും ചെയ്തു. ആ ബന്ധനം അഴിയുവാൻ അനേക നാളുകൾ അവൾ കരയേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ദൈവത്തിൻ്റെ വചനം പറഞ്ഞതനുസരിച്ച് കുഞ്ഞുണ്ടായെങ്കിലും ആ കുഞ്ഞിന് വിറക് ചുമക്കാൻ പ്രായമാകുന്ന ആ പ്രായം വരെ അവൻ വളർന്നെങ്കിലും ആ കുഞ്ഞിനെ ബലികഴിക്കേണ്ടി വന്നു. ആ കുഞ്ഞ് ദൈവത്തെക്കാൾ അധികം അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റി. അത് വിഗ്രഹമായി, അത് ശാപമായി, അത് ദൈവമായുള്ള ബന്ധത്തിന് തടസ്സമായി തീർന്നു കഴിഞ്ഞപ്പോൾ അതിനെ ബലികഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ആ കുഞ്ഞിനെ ബലികഴിക്കാൻ രഹസ്യമായി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരുമ്പോൾ ഈ സാറയോട് പറയുന്നില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോവുക? എന്താ ഇന്നത്തെ പരിപാടി? സാധാരണ ബലികഴിക്കാൻ പോകുമ്പോൾ ഒരു ആടിനെ കൊണ്ടുപോകുന്നു പോകുന്നു. ഇപ്പോൾ ആടുമില്ല, കുഞ്ഞിനെ കൊണ്ട് തന്നെ പോവുക. ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അബ്രഹാം ഇസാക്കിനെയും കൊണ്ട് ബലികഴിക്കാൻ പോയത്. അമ്മ ഒത്തിരി കാര്യങ്ങൾ ഞാനിവിടെ വരട്ടെ, വേണ്ട, നീ ഇവിടെ നിൽക്കുക. അപ്പോൾ ഒരിക്കൽ കളിയാക്കി കിട്ടിയതായ ബന്ധനം അഴിയുവാൻ അനേക നാള് കരയേണ്ടി വന്നു, ഒരു ബലികഴിക്കേണ്ടി വന്നു. നമ്മളിങ്ങനെ അറിഞ്ഞറിയാതെയും പരിഹാസച്ചിരി പലതിൻ്റെയും നേരെ നടത്തിയിട്ടുള്ളവരാണ്. അതിൻ്റെ ബന്ധനം കൂടെ അഴിയേണ്ട ദിവസമാകട്ടെ എന്ന് നമ്മുടെ ദൈവത്തെ നോക്കി സ്തുതിക്കാൻ സാധിക്കാത്ത നമ്മുടെ പാപക്കൂനുകൾ നിവരണമെങ്കിൽ നമ്മൾ നമ്മുടെ പൂർവികരും പലതിനെയും പുച്ഛിച്ചവരാണ്.
പരിഹസിച്ചവരാണ്, പരിഹാസച്ചിരി ഉയർത്തിയവരാണ്. അതിൻ്റെ ബന്ധനം ഒഴിയുവാൻ ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി ഇന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പുരോഹിതരുടെ പങ്കത്തു നിന്ന് ഉള്ളതായ കുറവുകൾ പരിഹരിക്കാൻ, നിങ്ങളെ ശരിക്കും വിശ്വസിപ്പിക്കുവാനോ നിങ്ങളുടെ പരിഹാസത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുവാനോ ഞങ്ങളെക്കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളിതാ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ ക്ഷമ ചോദിച്ച് യാചിക്കേണ്ട ഈ ദിവസം കർത്താവേ, ഞങ്ങളുടെ എല്ലാ പരിഹാസത്തിൻ്റെ ബന്ധനങ്ങളും അഴിക്കുവാൻ, ഞങ്ങളെ ഞങ്ങളുടെ പൂർവികരുടെയും ബന്ധനം അഴിക്കുവാൻ ഈ ശാബത ദിവസം, അതായത് ഈ ശനിയാഴ്ച ദിവസം ഞങ്ങളോട് നീ കരുണ ചെയ്ത് ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പരിശുദ്ധ സ്തുതി ആദ്യം നമ്മുടെ കണ്ണയെന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, വിജയകരമായ അനുഗ്രഹകരമായ വലിയ നോമ്പിൻ്റെ 5-ാം ഞായറാഴ്ച നാളെ വരുന്നു. നാളെ ഇവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആരാധന ആലയങ്ങളിൽ ഇടവപ്പള്ളിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് ലഭിക്കേണ്ട അനുഗ്രഹം നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടി നാളത്തെ സന്ദേശങ്ങൾ ഇന്ന് തരികയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. 5-ാം ഞായറാഴ്ച കൂനിയായ സ്ത്രീക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്ന രംഗമാണ് വായിച്ച് കേട്ടത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? യേശു ശാബത്തിൽ സുന്നഗോഗിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഒട്ടും വരുവാൻ കഴിയാതിരുന്ന കൂനിയായ സ്ത്രീക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്ന രംഗമാണല്ലോ. എൻ്റെ ബന്ധനം അഴിക്കണമെന്ന്, എൻ്റെ നടു നോക്കണമെന്ന് അവൾ പറയുന്നില്ല. അതിനെ അവൾ സ്വാഗതം ചെയ്തുകൊണ്ട് ആരാധനയ്ക്ക് മുടക്കം കൂടാതെ വന്നുകൊണ്ടിരുന്നതിനെ കർത്താവ് ആദരിക്കുകയാണ്. മുടക്കം കൂടാതെ യാമപ്രാർത്ഥനകളും ആരാധനയും നടത്തുമ്പോൾ കാലം തികയുമ്പോൾ നമുക്ക് വേണ്ടത് കർത്താവ് കൊണ്ടുതരുമെന്നുള്ള വലിയൊരു സന്ദേശം ഇതിനകത്തുണ്ട്. പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ നമ്മളുടെ ആരാധനയും ധ്യാനവും നമ്മുടെ മഹത്വവും ശക്തിയും സ്വർഗത്തിൽ എത്തിക്കുന്നതും അത് നമ്മളെ അനുഗ്രഹിക്കുവാനുള്ള വലിയൊരു ഫണ്ടായിട്ട് അവിടെ സ്വർഗത്തിലെ ബാങ്കിൽ വർദ്ധിച്ചു വരുന്നതും നമ്മളെ വിടുവിക്കുന്നതിന് ആവശ്യമായ തുക അവിടെ എത്തിക്കഴിയുമ്പോൾ സ്വർഗത്തിലെ മാനേജർ തന്നെ വിളിച്ചു വരുത്തി, നിങ്ങൾ എത്ര നാളത്തെ സമ്പാദ്യം ഇന്ന പ്രശ്നം പരിഹരിക്കാൻ തിരഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് സ്വർഗത്തിലെ പിതാവ്. ആ സ്വർഗത്തിലെ പിതാവ് പുത്രനെ അന്ന് പള്ളിയിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണ്. ഇന്ന് അവിടെ 18 കൊല്ലമായി മുടങ്ങാതെ പള്ളി വന്നുകൊണ്ടിരിക്കുന്ന ഈ കൂനിയായ സ്ത്രീക്ക് അവളുടെ 18 കൊല്ലത്തെ ആരാധനയുടെ ഫലമായി നിന്ദയും ദുഷിയും പഴിയും പരിഹാസവും അവഗണിച്ചുകൊണ്ട് കൃത്യസമയത്ത് ദേവാലയത്തിൽ വന്ന് ആർക്കും ശല്യം ഇല്ലാതെ ആ ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ കോണിൽ പോയി ഇന്ന് അവൾ ആരാധന നടത്തി മഹത്വ ശക്തിയും സ്വർഗത്തിൽ കൊടുത്തുകൊണ്ടായിരുന്നു. ആ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് എന്തുകൊണ്ടാണ് കൂന് വന്നെന്നുള്ള ആ ബോധ്യം ആ പള്ളിയിൽ വായിച്ചു കേട്ട തിരുവചനങ്ങൾ നമുക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു. ആ ബോധ്യം അനുസരിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നവരെയും ഞാൻ ആരാധന മുടക്കുകയില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ബന്ധനത്തിൻ്റെ പുറകിൽ പലതരത്തിലുള്ളതായ ശാപങ്ങളും തിന്മയുടെ അവകാശങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തലമുറയിൽ നിന്ന് വന്നതും അവളുടെ ജീവിതത്തിലുണ്ടായതുമായ പല കാര്യങ്ങളും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതിനെ അവൾ അംഗീകരിക്കുകയായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ കേട്ടതായ സന്ദേശത്തിൽ പരിഹാസം നമുക്ക് ബന്ധനം ഉണ്ടാക്കും എന്നുള്ളൊരു വചനമുണ്ട്. എവിടെയാണ് നമുക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ 28-ന്റെ എത്രയാണ്? അപ്പോൾ യെശയ്യാ 28-ന്റെ 22-ൽ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കാൻ പരിഹാസിയായിരിക്കരുതെന്നൊരു മുന്നറിയിപ്പ് അതിനകത്തുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലരെയും പരിഹസിച്ചവരാണ്. ആ പരിഹാസം ബന്ധനത്തെ മുറുക്കുന്നതും പുതിയ ബന്ധനം വരുത്തുന്നതുമാണ്. ഒന്നാമത്തെ പരിഹാസം ഒന്നാമത്തെ ബന്ധനത്തിന് ചുറ്റുണ്ടാക്കും. പരിഹാസത്തിൻ്റെ എണ്ണം അനുസരിച്ച് അതിന് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം പല ചുറ്റുമുള്ളതായ ബന്ധനങ്ങൾ നമുക്കുണ്ടാകാം. പൂർവികരുടേത് നമ്മളെ കടന്നു വരികയും ചെയ്യും. മാതാപിതാക്കളുടെ വസ്തുക്കളും അവരുടെ രക്തവും അവരുടെ ജീവനും ജീവിതവും നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നതുകൊണ്ട് അവരുടെ ബന്ധനങ്ങളോട് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെയും നമ്മുടെ പൂർവികരുടെയും ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി സ്വർഗത്തിലെ ബാങ്കിലേക്ക് നമ്മുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്ന സ്വർഗത്തിലെ ബാങ്കിൻ്റെ കൗണ്ടറാണ് ആരാധന സ്ഥലം. മഹത്വ ശക്തി അവിടെ കൊടുത്താൽ നമ്മുടെ പാസ്ബുക്കിൽ എൻ്റർ ചെയ്തിട്ട് അത് സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ കണക്ക് അവിടെ എഴുതിക്കൊണ്ടേയിരിക്കും. എല്ലാ ആരാധനയ്ക്കും കണക്ക് നോക്കും. ഇന്ന് നോമ്പിൻ്റെ 4-ാം വാരം കഴിഞ്ഞ് 5-ാം വാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മുടെ കണക്ക് ബുക്ക് സ്വർഗത്തിലെ മാനേജർ നോക്കും. ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, എന്താ
നമ്മുടെ മഹത്വ ശക്തി എന്തുമാത്രം സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ആ മഹത്വ ശക്തിയും ഏതെല്ലാം കാര്യത്തിന് തികയും, ഇന്ന കാര്യത്തിന് തികയും, ആ കാര്യം തീരട്ടെ. അങ്ങനെ എല്ലാത്തിനും ഓരോ തുകയുണ്ട്, ഓരോ കാര്യത്തിനും. പല കാര്യങ്ങളും നമുക്ക് നടക്കാണ്ട് എല്ലാത്തിനും മഹത്വ ശക്തി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മഹത്വ ശക്തി സ്വർഗത്തിലെത്തിയിട്ട് സമാധാന ശക്തിയും തിരികെ തരുന്നതാണ് ആരാധനയിൽ നടക്കുന്ന ബാങ്കിങ്. 29 സങ്കീർത്തനം അത് എല്ലാ കുർബാന തക്സായിലും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കുർബാന തക്സായിലും ആവർത്തിച്ച് ചൊല്ലുന്ന സങ്കീർത്തനമാണ് 29 സങ്കീർത്തനം. അപ്പോൾ 29 സങ്കീർത്തനം ഒരു ബാങ്കിങ് ആണ്. നമ്മുടെ മഹത്വ ശക്തിയും സ്വർഗത്തിലെ ബാങ്കിൽ എത്തിക്കുവാൻ അതിൻ്റെ ബ്രാഞ്ചിൽ കൊണ്ടു കൊടുക്കുകയാണ്. നമ്മുടെ പാസ്ബുക്കിൽ അത് എൻ്റർ ചെയ്യും. പോകാൻ നേരത്തെ അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് അത്യാവശ്യമുള്ള സമാധാന ശക്തിയും കൊടുത്തുവിടും. മിച്ചമല്ലോ ഉണ്ടെങ്കിൽ ബാങ്കിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ പാസ്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? പരിശുദ്ധാത്മാവ് എഴുതി കാണിക്കും. ഇത്രയും നാളത്തെ ആരാധന ഉണ്ട്, സമ്പാദ്യം ഇത്രയുണ്ട്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥവും കൂടിയാണ്. ലോകത്തെക്കാൾ വിലയുള്ള നമ്മുടെ പ്രാണൻ തന്നെയാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം. നമ്മുടെ പ്രാണനോടുകൂടിയാണ് നമ്മുടെ മഹത്വ ശക്തി സ്വർഗത്തിലെത്തുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണപ്രിയനായ യേശുവിനുള്ളതാണ്. ആ പ്രാണനെ സൂക്ഷിച്ചു വെക്കാനൊരു പ്രത്യേക അറയുണ്ട്. നമ്മൾ കൊടുക്കുന്ന പണം സൂക്ഷിച്ചു വെക്കാനൊരു ബാങ്ക് അക്കൗണ്ട്, അതിനൊരു പ്രത്യേക അറയുണ്ട്. ഒരു ലോക്കർ അവിടെയുണ്ട്. വിലപ്പെട്ട സാധനങ്ങൾ നമ്മുടേതായ ലോക്കറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതിനകത്ത് വേറെ ആരും കയറുകയില്ല. അതിന് പ്രത്യേക താക്കോലുമുണ്ട്. ഇത് സ്വർഗത്തിൽ കർത്താവിൻ്റെ ഉള്ളിൽ നമ്മുടെ വിലയേറിയ പ്രാണനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ലോക്കറുണ്ട്. നമ്മുടെ മഹത്വ ശക്തിയെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അത് എഴുതി വെക്കുന്ന ഒരു കണക്ക് ബുക്ക് കൂടെയുണ്ട്. നോമ്പിൻ്റെ 5-ാം വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കണക്ക് നോക്കി ഇന്ന് നമ്മുടെ ഏതെങ്കിലും ബന്ധനം ഒഴിയുവാൻ, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ തുക ഉതകുമെങ്കിൽ, തികഞ്ഞെങ്കിൽ അത് നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടേണ്ട, കർത്താവ് തന്നുവിടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നേ വിശുദ്ധ കുർബാനയുടെ പരിപാടി മുഴുവൻ തീരും. കിട്ടാനുള്ളതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചോണം. ഇത് കഴിഞ്ഞാൽ പിന്നെ പരിപാടിയില്ല, പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകുക എന്നുള്ള കാര്യം ഓർപ്പിക്കും. അപ്പോൾ ഇന്നത്തെ കുർബാനയും കൗൺസിലിങ്ങും ധ്യാനവും അനുഗ്രഹവും ഇപ്പം തന്നെ തീർക്കാൻ പോവുകയാണ്. കണക്ക് നോക്കാൻ പോവുകയാണ്. മഹത്വവും ശക്തിയും ആവശ്യത്തിൻ്റെ ഏതെല്ലാം കാര്യത്തിന് തികയും. ഈ സ്വർഗത്തിലെ കണക്ക് ബുക്കിൽ നമ്മുടെ മഹത്വ ശക്തി എത്താതെ വണ്ണം അത് പാതാളത്തിൽ പോകുന്ന കേസുകളുണ്ടായി. സ്വയാശ്രയക്കാരുടെ പ്രാണൻ പാതാളത്തിൽ പോകും. അപ്പോൾ പാതാളത്തിലെ പിശാചിന് ഒരു അക്കൗണ്ട് ഉണ്ട് അവിടെ. അപ്പം നമ്മളുടെ വിലയേറിയ പ്രാണനെ അപഹരിച്ചെടുത്ത് നമ്മളെ സ്വയാശ്രയക്കാരായി, പരിഹാസികളായി, പാപികളായി നമ്മുടെ പ്രാണനെ പാതാളത്തിൽ കൊണ്ടുപോയി അവൻ്റെ അറയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് സ്വർഗത്തിലെ പാതാളത്തിലെ ഗോപുരം പണിയാൻ അത് പിശാച് ഉപയോഗിക്കും. ഈ ഭൂമിയിൽ അനേകരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി അത് ഓരോരുത്തർ കൈ കൊടുക്കും. കേസ് നമ്മുടെ പേര് വരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ പ്രാണൻ, ലോകത്തേക്കാൾ വിലയേറിയ പ്രാണപ്രിയനായ യേശുവിനുള്ളത് യേശുവിൻ്റെ കിട്ടിയില്ലേലുള്ള കുഴപ്പം കള്ളനായ പിശാചിനിൽ അത് കിട്ടും. പിശാച് അതുകൊണ്ട് അനേകരെ കൊല്ലാനും അനേകരെ പാവം ചെയ്യിപ്പിക്കാനുള്ള ഉപകരണങ്ങളുണ്ടാക്കും. അതെല്ലാം നമ്മുടെ പേരും കൂടെ കാണും. കേസ് ആരുടെ പേര് വരും? നമ്മുടെ പേര് വരും. അപ്പം നമ്മുടെ പേരെഴുതിയ ഒരു തോക്ക് കൊണ്ടോ കടാരി കൊണ്ടോ ആരെങ്കിലും കുത്തിക്കൊന്നിട്ട് അല്ലെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയാൽ കേസ് നമ്മുടെ പേരിലായിരിക്കും വരാം. നമ്മുടെ പേരുള്ള ആയുധമാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണന് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾ മറക്കരുത്. മറ്റാർക്കും ഇല്ലാത്തൊരു അടയാളം നമുക്കുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത പല്ല്, മണം, രോമം, ഒത്തിരി കാര്യങ്ങൾ മറ്റാർക്കും ഇല്ലാത്തതായി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ചത്താലും ചീഞ്ഞഴിയാലും നമ്മുടെ പല്ല് നോക്കി നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ അസ്ഥിക്ക് നമ്മുടെ പ്രത്യേകത ഉണ്ട്. എല്ലാത്തിനും നമ്മുടേതായ പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ പ്രാണന് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് അതിലുണ്ട്. എവിടെ പോയാലും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഒന്ന് വിളിച്ചാൽ മതി, അതെല്ലാം ഒന്നിച്ചു കൂടും. കർത്താവിൻ്റെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ പ്രാണൻ എവിടെയെല്ലാം കടന്നാലും അതിനെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ടാണ് നമ്മുടെ മണവാട്ടിയുടെ സഭ പണി പൂർത്തീകരിക്കുന്നതെന്നുണ്ടായ കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി മാറ്റുവാൻ പിശാചിൻ്റെ ബാങ്കിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ പ്രാണനെ സ്വർഗത്തിലെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊരു അപേക്ഷ കൊടുക്കണം. ഈ നോമ്പിൽ ഉപവാസത്തിൻ്റെ വലിയ ഉദ്ദേശം അതാണ്. കർത്താവേ, നിനക്ക് തരേണ്ടതായ വിലയേറിയ പ്രാണൻ പാപത്താൽ, പരിഹാസത്താൽ, ശാപത്താൽ പിശാചിൻ്റെ കിട്ടി. അവൻ അത് ഉപയോഗിച്ച് അനേകരെ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതിൻ്റെ പലിശ ശാപമായിട്ടാണ് തരുന്നത്. ബാങ്കുകാർ പലിശ തരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് അവർ വേറെ നല്ല നല്ല പദ്ധതികൾക്ക് അത് മുടക്കും.
നല്ല ലാഭം കിട്ടുന്ന വ്യാപാരം നടത്തി ആ കിട്ടുന്ന ലാഭത്തിൻ്റെ പങ്കാണ് നമുക്ക് പലിശയായിട്ട് തിരികെ തരുന്നത്. സ്വർഗത്തിലെ ബാങ്കിൽ നമ്മൾ നിക്ഷേപം ഉണ്ടെങ്കിൽ അതിൻ്റെ പലിശ തരുന്നത് അനുഗ്രഹമായിട്ടാണ്, കൃപാവരങ്ങളായിട്ടാണ് തിരികെ കിട്ടും. അപ്പോൾ ദൈവത്തിന് നല്ല പദ്ധതികൾ കേട്ടുന്ന നേട്ടങ്ങളെല്ലാം നമ്മുടെ പേരിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ചേർത്തുകൊണ്ടായിരിക്കും. അപ്പം പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും പരിഹസിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ അത് ബന്ധനവും ശാപവും മരണവും ഒക്കെ ആയിട്ട് മാറുകയാണ്. ആ പ്രശ്നം പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ആനന്ദിച്ച് സന്തോഷിക്കാനൊക്കെ കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിക്കേണ്ടിയിരുന്ന നമ്മുടെ ലോകത്തേക്കാൾ വിലയേറിയ പ്രാണൻ പിശാചിൻ്റെ ബാങ്കിൽ എത്തി നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ അജ്ഞത, നമ്മുടെ ബലഹീനത, നമ്മുടെ അത്യാഗ്രഹം, നമ്മുടെ നിയമലംഘനങ്ങൾ, നമ്മുടെ പരിഹാസം, നമ്മുടെ പരിജ്ഞാനക്കുറവ്, ഇവയെല്ലാം പിശാച് ചൂഷണം ചെയ്തിട്ടാണ് പ്രാണനെ പാതാളത്തിൽ എത്തിച്ചത്. ആദ്യത്തെ മാതാവ് ഹവ്വയുടെ അത്യാഗ്രഹവും നിയമലംഘനങ്ങളും അവളുടെ പ്രാണനെ പാതാളത്തിലെത്തിച്ചു. ആ പാതാളത്തിൽ 1000 വർഷത്തിന് ശേഷം ആ ആദാമിൻ്റെയും ഹവ്വയുടെയും കൊച്ചുമകനായിട്ട് ജനിച്ച യേശു തൻ്റെ പ്രാണനെ മുഴുവൻ അതിന് മറുവിലയായിട്ട് ഒഴുക്കി പാതാളം വരെ ഒഴുകിച്ചെന്നതായ ആ കർത്താവിൻ്റെ പ്രാണനും രക്തവും മറുവിലയായി കൊടുത്തിട്ടാണ് ആദാമിനെയും ഹവ്വയെയും തിരികെ പറുദീസായിലോട്ട് കയറ്റിക്കൊണ്ട് പോയത്. അത്രയ്ക്ക് വിലയുള്ളതും ചെലവുള്ളതുമാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത്. പരിഹാസം, ബന്ധനം വരും എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരം പരിഹാസമുണ്ട്. നാക്കുകൊണ്ട് മാത്രമല്ല പരിഹസിക്കാവുന്നത്, പ്രവൃത്തി കൊണ്ടും പരിഹസിക്കാൻ സാധിക്കും. നിയമലംഘനങ്ങളെല്ലാം തന്നെ ദൈവത്തിന് നേരെയുള്ള പരിഹാസമാണ്. കർത്താവ് കല്ലേൽ കുത്തി എഴുതി കൊടുത്താണ് 10 കൽപ്പന. ആ 10 കൽപ്പനയ്ക്ക് എതിരായി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തെ നമ്മൾ പരിഹസിക്കുക. ദൈവമേ, നീ എഴുതുന്നത് ഞാൻ വിലയും കൽപ്പിക്കുന്നില്ല, എനിക്കത് ചെയ്യാൻ മനസ്സില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പാപം ചെയ്യുന്നു. അപ്പോൾ ഓരോ പാപത്തിനകത്തും നിയമലംഘനം മാത്രമല്ല, പാപമരണം മാത്രമല്ല, പരിഹാസവും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ബന്ധനവുമായിട്ട് തീരും. അപ്പോൾ മരണത്തിൻ്റെ കൂടെ ബന്ധനവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ലാസർ യേശുവിനെ കൂടാതെ എന്തോ ചെയ്തപ്പോഴാണ് ഒറ്റയ്ക്ക് പ്രാണൻ പാതാളത്തിൽ പോയതുകൊണ്ടാണ് ലാസർ മരിച്ച് ചെയ്യുന്നതെന്ന് അറിയാം. എന്നാൽ ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ കെട്ടവിടെ ഇരുന്നു. ഇപ്പം മരണത്തിൻ്റെ കൂടെ ബന്ധനവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പാപമരണത്തിൻ്റെ കൂടെ ബന്ധനമുണ്ട്. ഉയർപ്പിൻ്റെ കൂടെ ബന്ധനം അഴിക്കുന്ന ശുശ്രൂഷയും കൂടെ നടക്കണമെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ പൂർവ്വരും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതും ആരാധിക്കാതിരുന്നതും നാക്കുകൊണ്ട് അനേകരെ പുച്ഛിച്ചതും ചിരിച്ചതും എല്ലാം പാപവും ബന്ധനവുമായി കിടക്കുകയാണ്. അതെല്ലാം മോചിച്ച് നമ്മളുടെ പ്രാണൻ മുഴുവൻ യേശുവിൻ്റെ ഉള്ളിൽ എത്തിയതിന് ശേഷം നമുക്ക് മണവാട്ടിയാകാനൊക്കെ ഉള്ളൂ. അത് ആ കൃപായുഗം കുറേ കൂടെ നീട്ടിത്തന്ന് നമ്മളെയും കൂടെ കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടെ കർത്താവ് തൻ്റെ നമ്മുടെ ജീവിതയാത്രയെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ഇപ്പോൾ ഈ ആരാധന സ്ഥലത്ത് കർത്താവ് വന്ന് സ്വർഗത്തിലെ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടും സ്വർഗത്തിലെ പാസ്ബുക്കും പാതാളത്തിലെ പാസ്ബുക്കും നോക്കിയിട്ട് എവിടെയായിരിക്കും കൂടുതൽ സമ്പാദ്യം? പാതാളത്തിലായിരിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ പാതാളത്തിലെ സമ്പാദ്യം മുഴുവൻ സ്വർഗത്തിലെ ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊരു അപേക്ഷ കൊടുക്കാമെങ്കിൽ ഗഡുക്കളായിട്ട് കുറേശ്ശെ പിശാച് ചുമ്മാ അത് ഒറ്റയടിക്കൊന്നും കൊടുക്കുകയൊന്നുമില്ല. കുറേശ്ശെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഈ വീണ്ടെടുപ്പിൻ്റെ പണി നടത്താനൊക്കെ എന്നുള്ള കാര്യം എവിടെ എഴുതിയിരിക്കുന്നത്? ആവർത്തനം 7:21-22 വാക്യങ്ങളിലുണ്ട്. പെട്ടെന്ന് പറ്റുകയില്ല. അത്രയ്ക്ക് അത്യാഗ്രഹിയായി വരും. ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഒന്ന് പിടിച്ചു വെക്കും. എന്താ? അതുകൊണ്ടാണ് ബലാത്കാരികൾക്ക് മാത്രമേ ഈ ദൈവരാജ്യം പിടിച്ചെടുക്കാനൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ അവൻ തടയാൻ നോക്കും, നീട്ടിക്കൊണ്ട് പോകാനൊക്കെ. അവൻ അത്രയ്ക്ക് തന്ത്രശാലിയാണ്. ബുദ്ധിപൂർവം കർത്താവിൻ്റെ കല്യാണം നീട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ വിടുതൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വളർച്ച, ഇതിനെല്ലാം മരവിപ്പിക്കുക. അതുകൊണ്ട് ആ സർവ്വമുടക്കികൾ എന്ന് പറഞ്ഞാൽ 1000 മുടക്കികളുടെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. അതുമായിട്ട് ശരിക്കും നിരന്തരം പോരാടുന്നവർക്ക് മാത്രമേ സർവ്വമുടക്കികളെല്ലാം മാറ്റിയിട്ട് യേശുവിൻ്റെ ഉള്ളിൽ 100% അങ്ങനെ ബന്ധനമെല്ലാം അഴിഞ്ഞ് സ്വതന്ത്രമായി കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി ജീവിത പങ്കാളിയാൻ സാധിക്കുമെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ വിടുതൽ ലഭിച്ച സ്വാതന്ത്ര്യം അതിലെത്തിയ വിശുദ്ധന്മാരും അലാഹമാരും മുഴുവനും സ്വർഗത്തിലെ ബാങ്കിലെ സ്റ്റാഫ് മുഴുവൻ നിങ്ങളുടെ പാസ്ബുക്കുമായിട്ട് നിങ്ങൾ വഴിയിൽ കടന്നു പോകാൻ പോവാണ്. അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പിശാചിൻ്റെ ബാങ്കിലെ നിക്ഷേപം ഒരു ചെറിയൊരു തുകയെങ്കിലും സ്വർഗത്തിലെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇന്ന് ഭാഗമായ വിടുതലിന് ഭാഗമായ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കർത്താവ് വിളിച്ചു വരുത്തി നമുക്ക് തരികയും ചെയ്യണം. ആ സന്തോഷത്തോടെ നമുക്ക് എഴുന്നേറ്റ് ഇന്ന് കിട്ടുന്നത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ഒരിക്കലും യാമപ്രാർത്ഥനയും
ആരാധനയും മുടക്കുകയില്ല. ആരെല്ലാം കളിയാക്കിയാലും എന്തെല്ലാം പതി വന്നോളൂ, കൃത്യസമയത്ത് ഞാനിവിടെ ഉണ്ടായിരിക്കും. അത് സ്വർഗത്തിലെ ബാങ്കിൻ്റെ കൗണ്ടറിൽ വന്ന് നമ്മുടെ മഹത്വശക്തിയും കൊടുക്കുകയാണ് എന്നുള്ള ബോധത്തിൽ 18 കൊല്ലം മുടങ്ങാതെ പള്ളിയിൽ വന്ന ആ സ്ത്രീക്ക് കർത്താവ് വിളിച്ചു വരുത്തിയത്, നിന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യം കൊണ്ട് നിന്റെ ബന്ധനം അഴിക്കാനുള്ള തുകയായിട്ടുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് വെക്കൂ എന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയിലും സമാധാനത്തോടെ വെക്കൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടാതെ ഇരിക്കുകയില്ല. എല്ലാ കുർബാനയിലും എന്തെങ്കിലും കിട്ടും. കിട്ടാത്തതും കാണും, കിട്ടിയതും കാണും. കിട്ടാത്തതിന് വേണ്ടി വീണ്ടും വന്നുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ വരവരിയിൽ തുടരണം. ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി രൂപപ്രാർത്ഥന തുടരുകയാണ്. നയവാൻപന പോലെ